ഓം ശ്രീ സായിറാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. നിലവിലെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിൻ്റാണ്. ഇന്ത്യയിൽ പണനയത്തിൻ്റെ ചുമതല വഹിക്കുന്നതും ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്നതുമായ സ്വതന്ത്ര അതോറിറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. അന്താരാഷ്ട്ര നാണയനിധിയിൽ അതായത് IMFൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ചത് 1995ലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചരിത്രം പറയുകയാണെങ്കിൽ 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്ന ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച ബ്രിട്ടീഷ് ഇന്ത്യ വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ വർഷം 1934 മാർച്ച് 6. ഇത് പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1. 5 കോടി രൂപയായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം. നേരത്തെ കൊൽക്കത്തയിലായിരുന്ന ആസ്ഥാനം 1937 മുംബൈയിലേക്ക് മാറ്റുന്നത്. 1937 ബർമ്മ, അതായത് ഇന്നത്തെ മ്യാൻമാർ, ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വേർപിരിഞ്ഞെങ്കിലും ജപ്പാൻ്റെ ബർമ്മ അധിനിവേശം വരെയും പിന്നീട് 1947 ഏപ്രിൽ വരെയും റിസർവ് ബാങ്ക് ബർമ്മയുടെ സെൻട്രൽ ബാങ്കായി തുടർന്നിരുന്നു. ഇന്ത്യയുടെ വിഭജനത്തിനു ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ പ്രവർത്തനം ആരംഭിച്ച 1948 ജൂൺ വരെ റിസർവ് ബാങ്ക് പാകിസ്ഥാൻ്റെ സെൻട്രൽ ബാങ്കായും പ്രവർത്തിച്ചിട്ടുണ്ട്.